അവസാനത്തെ യാത്രക്കാരനായി പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ട്രെയിനിലോ ബസ്സിലോ ഓടിക്കയറുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഭാഗ്യം, വണ്ടി കിട്ടി. തക്ക സമയത്ത് പുറപ്പെടുന്ന വാഹനം ലഭിക്കുന്നത് ഭാഗ്യം തന്നെയായിരിക്കാം. ചിലപ്പോൾ വിസ കിട്ടുന്നത് കൊണ്ടോ വിദ്യാഭ്യാസത്തിൽ വലിയ ജയം ലഭിച്ചത് കൊണ്ടോ നല്ലൊരു വീട് ലഭിക്കുമ്പോഴോ ഒക്കെ പുറമേ കാണുന്ന പല നന്മകളെ കണ്ട് നമ്മൾ പറയാറുണ്ട്, അവൻ ഭാഗ്യവാനാണ്, അവൾ ഭാഗ്യവതിയാണ്. എന്നാൽ ആരാണ് ഭാഗ്യവാൻ, ഭാഗ്യവതിയെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് തൻ്റെ മുൻപിൽ കൂടിയതായ ജനത്തോട് പഠിപ്പിക്കുകയുണ്ടായി, ജനത്തോട് അരുളി ചെയ്യുകയുണ്ടായി. തിബരിയാസ് കടലിന് അരികിലായി ഇന്ന് നിങ്ങൾ കാണുന്നതായ മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമുണ്ട്. വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളവാൻ കഴിയാതിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മനോഹരമായ ഒരു പ്രത്യേക പ്രദേശം. തൻ്റെ മുൻപിൽ കൂടിയതായ ആയിരക്കണക്കിന് ജനത്തെ നോക്കി യേശു കർത്താവ് ആരാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞതായ വേദഭാഗമത്രേ മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധ വേളയിൽ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് സഭ അനേക നൂറ്റാണ്ടുകളായി വിളിച്ചു വരുന്നതായ 3 അധ്യായങ്ങളാണ് മത്തായി 5, 6, 7. ഈ 3 അധ്യായങ്ങളിൽ യേശു കർത്താവ് ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരാകട്ടെ, കൊയർ മെമ്പേഴ്സ് ആകട്ടെ, ട്രാക്റ്റ് കൊടുക്കുന്നവരാകട്ടെ, ഹോസ്പിറ്റൽ സന്ദർശനം നടത്തുന്നവരാകട്ടെ, സഭയിൽ എவ்விதമുള്ള ശുശ്രൂഷകൾ ചെയ്താലും അവരിൽ വെളിപ്പെടേണ്ടതായ ഒരു സ്വഭാവമുണ്ട്. സഭയുടേതല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിൻ്റെ സ്വഭാവം ഉള്ളവന് മാത്രമേ യേശുവിൻ്റെ ശക്തിയെ ചുമക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ നീ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ നോക്കുന്നത് എത്രത്തോളം ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ട് എന്നാണ്. കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ എന്നെ മൂടണമേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നോക്കുന്നത് വിശുദ്ധി അത്രേ. വിശുദ്ധന് മാത്രമേ മഹത്വം ചുമക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവിക സ്വഭാവമുള്ളവന് മാത്രമേ ദൈവശക്തിയെയും ചുമക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവിക സ്വഭാവത്തിൽ അടങ്ങുന്നതായ ഒരു കാര്യമാണ് അതേ ഭാഗ്യ വചനങ്ങൾ എന്ന് സഭ വിളിച്ചു വരുന്നതായ ആ പ്രസ്തുത വേദഭാഗം മത്തായി 5, 1 മുതൽ 12 വരെ. ആരാണ് ഭാഗ്യമുള്ളവൻ? വേഗത്തിൽ നമുക്ക് നോക്കാം. ആരാണ് ഭാഗ്യമുള്ളവൻ? 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയട്ടെ. റോമർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പഴയ നിയമത്തിലെ ഒരു വേദഭാഗം ഉദ്ധരിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് പഠിപ്പിക്കുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ അവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ അവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇതേ വേദഭാഗം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ലഭിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരുപക്ഷേ വേദപുസ്തകത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയുടെ പേരിലായിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഞായറാഴ്ച പള്ളിയിൽ മാത്രമാണോ യേശുവിനെ നിങ്ങൾ ഒതുക്കുന്നത്? എന്നാൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന് അവൻ നിങ്ങളുടെ ലംഘനങ്ങളെ, കുറവുകളെ, പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭാഗ്യവാൻ ആയിത്തീരുന്നു, നിങ്ങൾ ഭാഗ്യവതി ആയിത്തീരുന്നു. ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ പേരുണ്ടായിരിക്കാം. പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നതോടെ അത്രേ നിങ്ങളുടെ ഭാഗ്യ ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ആരംഭിക്കുന്നത്. നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ ഒരു സ്വഭാവം, അവൻ ക്ഷമിക്കുന്നവനാണ്. നമ്മൾ നിൽക്കുന്നത് അതേ തറയിലല്ല, നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഫോർഗീവ്നെസ്സിലാണ്. ദൈവിക ക്ഷമയിലത്രേ നമ്മൾ നിൽക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. വേദപുസ്തകം പറയുന്നു, അതേ അകൃത്യങ്ങളെയും അതിക്രമങ്ങളെയും ക്ഷമിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവകൃപയാൽ ഈ ദിവസം മനസ്സിലാക്കണമേ, ഒരിക്കലും പാപത്തിൻ്റെ ഭാരം ചുമക്കല്. ഒരു പാപം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, പോർണോഗ്രാഫി ആയിരിക്കാം, കള്ളം പറയുന്നതായിരിക്കാം, മറ്റുള്ളവരെ ചതിക്കുന്നവരായിരിക്കാം. ഒരു പാപം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തിയാൽ ഒരിക്കലും അതിന് തലോടല്. അയ്യോ, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് ഇരിക്കട്ടെ, മറ്റുള്ളവർക്ക് ആ കുഴപ്പം, ആ പാസ്റ്റർ ആ കുഴപ്പം, മറ്റു ദൈവമക്കൾക്ക് ആ കുഴപ്പം, എനിക്കും ഏതൊക്കെയോ കുറവുകളുണ്ട്, മനുഷ്യനാണല്ലോ, ആരും പൂർണ്ണരല്ല, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വെള്ള പൂശല്. പാപത്തെ റാഷണലൈസ് ചെയ്ത, പാപത്തെ സാരമില്ലെന്ന് പറഞ്ഞ് ആര് കൊണ്ട് നടന്നോ അവരാരും ഒരിക്കലും നന്മ തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ ഒരു ദിവസം അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച ഫറവോനോട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തെ ഫറവോൻ താഴ്ത്തിയില്ല. അഥവാ ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ അവൻ കണ്ട് ഉണർന്നില്ല. വേദപുസ്തകം പറയുന്നു,
ആ പാപത്തിൽ തുറന്നതായ ഫറവോൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ തൻ്റെ സൈന്യത്തോടൊപ്പം തകർന്നുപോയി. മറ്റൊരവസരത്തിൽ ചരിത്രത്തിൽ വളരെ പ്രാമുഖ്യമായ ഇടമേറിയ നെബൂഖദ്നേസർ രാജാവ് ബാബേൽ എന്ന പട്ടണത്തിൽ, ഇന്നത്തെ ബാബിലോണിൽ, ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഹാങ്ങിങ് ഗാർഡൻ, തൂക്കുദ്യാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഞാനിതാ നിർമ്മിച്ചിരിക്കുന്നു, ഞാൻ പ്രസിദ്ധനാണ്, വലിയ ചക്രവർത്തിയാണ് എന്ന് തൻ്റെ ഹൃദയത്തിൽ അഹങ്കരിച്ചു. ദൈവമായ കർത്താവ് എന്ത് ചെയ്തു? അവനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കാട്ടുമൃഗങ്ങളെപ്പോലെ അവൻ ആയിത്തീർന്നു. പലരും പദവികൾ നഷ്ടപ്പെട്ടു, പലരും തകർന്നുപോയി, പലരും ശുശ്രൂഷകളെയും അഭിഷേകത്തെയും കളഞ്ഞു കുളിച്ചു. കാര്യമെന്ത്? പാപത്തെ വെള്ളപൂശുന്നത് കൊണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, 1 യോഹന്നാൻ 1:9 വായിക്കുമ്പോൾ, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. എന്നാൽ അതേ സമയത്ത് നമ്മുടെ പാപത്തെ കർത്താവ് യേശു ക്രിസ്തുവിനോട് നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായി നമ്മുടെ പാപത്തെ ക്ഷമിപ്പാൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട്. ഇന്ന് പകൽ ആരോടോ കൃത്യമായി, വ്യക്തമായി, സത്യമായി പരിശുദ്ധാത്മാ പറയുന്നു, ആ പാപത്തെ കൊണ്ട് നടക്കരുതേ. കാരണം ബൈബിൾ പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതെ, ഓർമ്മ വരുന്ന പാപങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റുപറഞ്ഞാട്ടെ. യോഹന്നാൻ 16:7 പറയുന്നു, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, ദൈവദാസീദാസന്മാർ സഭക്കാരറിയാതെ ചെയ്തു കൂട്ടുന്നതായ ആ പാപം നിങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുക. കൃപയാൽ അവൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഭാഗ്യജീവിതം അവിടം കൊണ്ട് ആരംഭിക്കുകയാണ്. രണ്ടാമതായ വേദപുസ്തകം ഭാഗ്യവാനെക്കുറിച്ച് പറയുന്നു. 1, പാപം ക്ഷമിക്കുന്നത് നിമിത്തം ദൈവത്തിൻ്റെ കൃപയാൽ ഭാഗ്യജീവിതം ആരംഭിക്കുന്നുവെങ്കിൽ. 1 പത്രോസിൻ്റെ ലേഖനം 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി കഷ്ടത ആരാണോ അനുഭവിക്കുന്നത്, ബൈബിൾ പറയുന്നു അവർ ഭാഗ്യവാന്മാർ. വെറുതെ കുടുംബത്തിലുള്ള അമ്മായി പോരല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിർക്കും മനഃപൂർവ്വമായി മറ്റുള്ളവരുമായിട്ട് വഴക്കിട്ട് ഉണ്ടാകുന്ന കഷ്ടമല്ല. ഫോർ ദ സേക്ക് ഓഫ് ദ ഗാസ്പൽ, ക്രിസ്തു യേശുവിന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ആരൊക്കെയാണോ കഷ്ടം അനുഭവിച്ചത് അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ, അതേ ദൈവത്തിൻ്റെ തേജസ് വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മാന്യതയും ദൈവം നൽകുകയുണ്ടായി. ഞാൻ ആവർത്തിക്കട്ടെ, അതെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആരൊക്കെയാണ് കഷ്ടം അനുഭവിക്കുന്നത്, വരുവാനുള്ള ലോകത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ നിത്യ തേജസ്സിനാൽ മാനം ലഭിക്കും എന്ന് ബൈബിൾ പറയുന്നു. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അതൊരു ഭാഗ്യമത്രേ എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ. യേശു കർത്താവ് തൻ്റെ ശിഷ്യവൃന്ദത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിന്നാലെ ആരെങ്കിലും വരുവാൻ അനുഗമിക്കുന്നുവെങ്കിൽ തന്നെത്താൻ തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. മറന്നുപോകല്, ഭദ്രാസനങ്ങളും സിംഹാസനങ്ങളും പദവികളും പ്രസിദ്ധികളും പേരും എടുത്തിട്ടല്ല യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. എല്ലാ വ്യക്തികൾക്കും അവരവരെ ഒരു ക്രൂശുണ്ടെന്ന് അരുമനാഥനായ യേശു കർത്താവ് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്നതായ ക്രൂശ്, ആ കഷ്ടത ഒരിക്കലും തള്ളിക്കളയല്ല. ഈ തലമുറയിൽ ന്യൂ ജനറേഷൻ അതെ എന്ന് പറയുന്നതായ വ്യക്തികൾ ഇത് കേൾക്കുമ്പോൾ നെറ്റിച്ചൊളിക്കും. അവർ പറയും, അതേ, യേശു കർത്താവ് എല്ലാ കഷ്ടവും ഏറ്റെടുത്തു, ഞാൻ ഇനി കഷ്ടം അനുഭവിക്കേണ്ട. പക്ഷേ തിരുവചനം വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നു, അനേക കഷ്ടങ്ങളിലൂടെ അത്രേ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കേണ്ടത്. ദൈവവചനം പറയുന്നു, കഷ്ടത അനുഭവിപ്പാൻ വരം ദൈവം നൽകിയിരിക്കുന്നു. അന്യഭാഷ സംസാരിച്ച് വ്യാഖ്യാനിപ്പാൻ വരം തന്നിരിക്കുന്നത് പോലെ, പ്രവചിപ്പാൻ വരമുള്ളതുപോലെ, രോഗികളെ സൗഖ്യമാക്കാൻ അത് വരമുള്ളതുപോലെ മനസ്സിലാക്കണമേ, കഷ്ടത അനുഭവിപ്പാൻ ദൈവം വരം തന്നിരിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും വൺ വേ ഓർ അതർ കഷ്ടമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഷ്ടം തരണമേ കർത്താവേ, കഷ്ടം തരണേ, കഷ്ടം തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും, അല്ലെങ്കിൽ കഷ്ടം ഉണ്ടാകും. ദൈവസഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയോ പാസ്റ്റർ കെ. എബ്രഹാമോ പി. ഡി. ജോൺസണോ അങ്ങനെയുള്ള വലിയ ശക്തന്മാരായ ദൈവദാസന്മാർക്ക് ചിന്തിപ്പാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ ദൈവമായ കർത്താവ് ഈ രാജ്യത്തിലും ലോകരാജ്യങ്ങളിലും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. പക്ഷേ മറന്നുപോകല്, കഴിഞ്ഞ തലമുറയിൽ ദൈവത്തിൻ്റെ ദാസന്മാർ, അപ്പച്ചന്മാർ, അവർ അതേ കരഞ്ഞു, അവർ നിലവിളിച്ചു, അവർ വിയർത്തു. കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ദൈവദാസീദാസന്മാരുടെ കണ്ണുനീരിലും വിയർപ്പിലും അത്രേ ഈ തലമുറയിൽ നമ്മൾ നിന്നുകൊണ്ട് ഇരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്നത് അതൊരു ഭാഗ്യം അത്രേ.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിന് ഒരു ക്രൂശുള്ളതുപോലെ നിങ്ങൾക്കും എനിക്കും ഒരു ക്രൂശുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഈ കഷ്ടത വേണ്ട, എന്തിനാ ഈ ഭാരം, രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലേക്ക് കടന്നു വന്നു, പിന്നെ എന്തിനാണ് ഈ കഷ്ടത? ഈ കഷ്ടത എന്നിൽ നിന്ന് മാറ്റണമേ. ഒരു ഉപമ കഴിഞ്ഞ ദിവസം ആരാണ്ട് എനിക്കിങ്ങനെ അത് അയച്ചു തരികയുണ്ടായി എൻ്റെ മെയിൽ. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ തൻ്റെ ക്രൂശുമായി സ്വർഗത്തിലേക്ക് പോവുകയാണ്. ആ ക്രൂശ് വലിപ്പമേറിയ വലിയൊരു ക്രൂശാണ്. കുറേ നാളായി ദൈവത്തോട് പറഞ്ഞു, യേശു കർത്താവേ എൻ്റെ ക്രൂശ് മാറ്റണമേ, എൻ്റെ ക്രൂശ് മാറ്റണമേ, എൻ്റെ ക്രൂശ് മാറ്റണമേ. ആ ക്രൂശ് മാറുന്നില്ല. ആ ക്രൂശ് മാറാത്തപ്പോൾ അവസാനം അവൻ എന്താ ചെയ്തത്? ദൈവത്തോട് അനുവാദമൊന്നും ചോദിച്ചില്ല. ഒരു ദിവസം അവൻ വിചാരിച്ചു, ഈ ക്രൂശിൻ്റെ നീളത്തെ അങ്ങ് കുറയ്ക്കാം. താൻ വാളെടുത്ത് ആ ക്രൂശിൻ്റെ കുറച്ച് ഭാഗം, അതിൻ്റെ നീളം അവൻ മുറിച്ച് മാറ്റി. അവസാനം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതാ അവൻ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. സ്വർഗത്തിൽ കയറുവാൻ വലിയൊരു കിടങ്ങുണ്ട്. ആ കിടങ്ങിന് അപ്പുറത്തേക്ക് അവൻ എത്തണം. എല്ലാവരും ഇതാ സ്വർഗത്തിലേക്ക് നടന്നു വരുമ്പോൾ തങ്ങളുടെ ക്രൂശിനെ ഒരു പാലമായി വച്ച് ആ കിടങ്ങിന് മുകളിലൂടെ നടന്ന് അവർ മറുകരയെത്തുകയാണ്. ആ കിടങ്ങിന് മുകളിൽ തങ്ങളുടെ ക്രൂശിനെ ഒരു പാലമായി വെച്ച് അവർ നടന്ന് മറുകരയെ പോവുകയാണ്. പക്ഷേ ഈ വിദ്വാൻ എന്താ സംഭവിച്ചത്? അവൻ ആ ക്രൂശിനെ മുറിച്ച് കളഞ്ഞല്ലോ. അതുകൊണ്ട് അവൻ ആ കിടങ്ങിനെ കടക്കുവാൻ കഴിഞ്ഞില്ല. അർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിനകത്താകട്ടെ, ജീവിത പങ്കാളിയിൽ നിന്നാകട്ടെ, മക്കളിൽ നിന്നാകട്ടെ, ബിസിനസ് ആകട്ടെ, സഭാ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, കഷ്ടത നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങളെ എത്തുവാൻ വേണ്ടി അത്രേ ആ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കലും മറക്കരുതേ. നോക്കുക, മനോഹരമായ ഈ സ്ഥലത്ത് 100 കണക്കിന് വലിയ വലിയ ഉരുളൻ കല്ലുകളെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇത് ഉരുളൻ കല്ലുകളായി സൃഷ്ടിക്കപ്പെട്ടതവയല്ല. പക്ഷേ ഘോരമായ മഴയിൽ ഇത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് നിലത്ത് വീണ് അതേ മുക്കും അതിൻ്റെ വശങ്ങളും എല്ലാം പൊട്ടിത്തകർന്ന് മണലിൽ കിടന്ന് വലിയൊരു പ്രോസസ്സായി അതിതാ കിടന്ന് ഉരുണ്ടുരുണ്ട് അതവസാനം മിനുസമുള്ള കല്ലായിത്തീരുന്നു. ഓർക്കുക, ഗോലിയാത്തിൻ്റെ തലയിൽ വന്നടിച്ചത് നല്ല ഒരു മിനുസമുള്ള കല്ലത്രേ. ഈ തലമുറയിൽ കണ്ടിട്ടില്ലാത്തതായ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവകൃപയാൽ നിങ്ങളിലൂടെ പുറത്തു വരുവാൻ, വലിയ വൻമരങ്ങൾ എന്ന് പറയുന്നതായ വൻകാര്യങ്ങൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തെടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ പണിതുകൊണ്ട് ഇരിക്കുകയാണ്. ആ വിഷയങ്ങളിലൂടെ, ആ തീച്ചുള്ളവരുടെ ആ നെടുവീർപ്പിലൂടെ, ആ ഒറ്റപ്പെടലിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ ദൈവമായ കർത്താവ് നിങ്ങളെ പണിതുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളും സന്തോഷിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. കഷ്ടത സഹിക്കുന്നത് ഭാഗ്യം അത്രേ. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. 10 മക്കൾ ഒറ്റ ദിവസം അതേ യോബിൻ്റെ കുടുംബത്തിൽ മരിച്ചു. 10 മക്കളെ അടക്കം ചെയ്തിട്ടും ആ പിതാവ് തൻ്റെ ഭക്തിയെ തള്ളിപ്പറഞ്ഞില്ല. തൻ്റെ കുടുംബം പോയി, തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ വിട്ട് മാറിപ്പോയി, തൻ്റെ സമ്പത്ത് പോയി, പ്രാണനൊഴികെ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അവൻ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്ത് ഇരിക്കും. ഈ ദിവസത്തിൽ ദൈവകൃപയാൽ കഷ്ടത കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നത് ഒരു ഭാഗ്യം തന്നെ. അതെ, കഷ്ടത അനുഭവിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സഭയ്ക്കകത്ത് നിന്നാകട്ടെ സഭയ്ക്ക് പുറത്ത് നിന്നാകട്ടെ, ഒരു കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നിങ്ങളെ പണിതുകൊണ്ട് ഇരിക്കുകയാണ്. ചില വ്യക്തികൾ നിങ്ങൾക്ക് മുള്ളുകളായിരിക്കാം, പക്ഷേ എന്നാലും ആ തിന്മയിൽ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. കർത്താവായ യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തുവിനും അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. മൂന്നാമതായി മറ്റൊരു കാര്യം കൂടെ അതേ ഭാഗ്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20:35 ഇവണ്ണം പറയുന്നു: ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. മൂന്നാമതായി, കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുത്തു എങ്കിൽ, പണം മാത്രമല്ല സഹോദരങ്ങളെ, ദൈവകൃപയാൽ നിങ്ങളുടെ സമയത്തെ കൊടുത്തുവെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യത്തെ കൊടുത്തുവെങ്കിൽ, മനസ്സിലാക്കണമേ, ദൈവകൃപയാൽ അത് നിശ്ചയമായി ഭാഗ്യം തന്നെയാണ്. കർത്താവിന് വേണ്ടി നൽകുന്നതായ അതേ ദൈവിക തത്വത്തിനായി സ്തോത്രം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അതേ ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവിക ഭണ്ഡാരത്തിൽ ദശാംശം കൊടുക്കണം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10-1 നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനും അവൻ്റെ വേലയ്ക്കും ഉള്ളതത്രേ. ദശാംശം കൊടുക്കാത്ത ആരേലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ദൈവത്തിന് മുൻപിൽ കള്ളനത്രേ. അത് പ്രസംഗിക്കുന്നവരാകട്ടെ, പ്രസംഗം കേൾക്കുന്നവരാകട്ടെ,
കള്ളനത്രേ. കള്ളന്മാർ സ്വർഗത്തിൽ പോകത്തില്ല, ഓർത്തുകൊള്ളുക. വേദപുസ്തകം പറയുന്നു, അതെ, ദശാംശം കൊടുക്കുന്നത് മാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി എന്തും ഏതും കൊടുക്കുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാത്തതായ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടന് ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ ജനിക്കുന്നു എങ്കിൽ ഒരുവൻ മിഷണറിയായി കടന്നുപോകും, രണ്ടാമത്തെ മകൻ പട്ടാളത്തിൽ കടന്നുപോകും. ചാൾസ് മെയ്ഡ് ആയിരിക്കാം, വില്യം കേരി ആയിരിക്കാം, ജോർജ് മുള്ളർ ആയിരിക്കാം, അനേക ഭക്തന്മാർ, ഡേവിഡ് ലിവിങ്സ്റ്റൺ ആയിരിക്കാം. അവരെല്ലാം മിഷൻ ഫീൽഡുകൾ ദൈവത്തിൻ്റെ കൃപയാൽ ശോഭിച്ചത് അവിടെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ആയിരക്കണക്കിന് മിഷണർമാർ ലോകത്തിന് വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയുണ്ടായി. കാര്യം, ഒരു സഹോദരൻ പട്ടാളത്തിലെങ്കിൽ മറ്റവൻ അതേ മിഷൻ ഫീൽഡിൽ ആയിരിക്കും. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് ആ സാമ്രാജ്യത്തിൻ്റെ പേര് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നായിരുന്നു. എന്നാണോ ആ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സ്വഭാവം ഇംഗ്ലീഷുകാരിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അവരുടെ ജീവിതത്തിൽ തകർച്ചയും ആരംഭിച്ചു. ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ ഇല്ല, ഇന്ന് ബ്രിട്ടൻ മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ആരും ഭിക്ഷാപാത്രം എടുത്തില്ല, ആരും ഭ്രാന്താശുപത്രിയിൽ പ്രവേശിച്ചില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഈ വചന സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഒരു കുഞ്ഞ് മിഷൻ ഫീൽഡിൽ തന്നെ ആയിരിക്കട്ടെ. അതെ, എൻ്റെ മക്കൾ BSc നേഴ്സിനാണ്, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും കോഴ്സിനാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയും അഭിമാനമാണ്. അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് ആരും ഒരിക്കലും തിന്മയല്ല, ദൈവകൃപയാൽ നന്മയത്രേ പ്രാപിച്ചത്. തരിക എന്ന് പറയുന്നതായ സ്വഭാവം, അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്ന സ്വഭാവം, അത് മനുഷ്യ സ്വഭാവമല്ല, അത് ദൈവിക സ്വഭാവം അത്രേ. സ്വർഗത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകുകയുണ്ടായി. യേശു കർത്താവ് സ്വർഗത്തിലെ ഏറ്റവും ഉത്തമനത്രേ. ഏതോ ജീവികളെയോ അല്ലെങ്കിൽ കെരൂബുകളെയോ ദൂതന്മാരെയോ അല്ല പിതാവായ ദൈവം നമുക്ക് വേണ്ടി നൽകിയത്. തൻ്റെ പുത്രനായ കർത്താവ് യേശുവിനെ നമുക്ക് വേണ്ടി നൽകുകയുണ്ടായി. യേശു കർത്താവ് തൻ്റെ തിരു രക്തത്തെ, തൻ്റെ തിരുജീവനെ നമുക്ക് വേണ്ടി നൽകുകയുണ്ടായി. മാത്രമല്ല, പരിശുദ്ധാത്മാവിനെയും പിതാവിനോട് ചോദിച്ച് നമുക്ക് നൽകുകയുണ്ടായി. പിതാവായ ദൈവം പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ നൽകി. പുത്രനായ യേശു കർത്താവ് അതേ തൻ്റെ തിരുജീവനെ, തിരുരക്തത്തെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വേണ്ടി നൽകുകയുണ്ടായി. പരിശുദ്ധാത്മാവോ അതേ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെയും പരിശുദ്ധാത്മാവിൻ്റെ വരത്തെയും നമുക്ക് വേണ്ടി നൽകുന്നു. തരിക എന്ന് പറയുന്നത് അത് മാനുഷിക സ്വഭാവമല്ല, ദൈവിക സ്വഭാവം അത്രേ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഈ ദിവസങ്ങളെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. രക്ഷിക്കപ്പെടുന്നതോടെ നിങ്ങളുടെ ഭാഗ്യം ആരംഭിക്കുന്നു. 2, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിലൂടെ. 3, വേദപുസ്തകം പറയുന്നു, മൂന്നാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിലൂടെ. പണമായിരിക്കാം, സമയമായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, കർത്താവിന് വേണ്ടി നൽകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 4ാമത് വേദപുസ്തകം പറയുന്നു, അതെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ദയും ദൂഷ്യവും അനുഭവിക്കുന്നത്, ദൂഷിക്കപ്പെടുന്നത് അതൊരു ഭാഗ്യമായി കരുതുക. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളെ ദൂഷിക്കുന്നത്, നിങ്ങൾ ചെയ്യാത്ത തെറ്റിൽ മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുന്നത്, അതെല്ലാം ഒരു ഭാഗ്യമെന്ന് വേദപുസ്തകം പറയുന്നു. എവിടെ? 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ദുർനടപ്പിൻ്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ നിങ്ങളെ ദൂഷിക്കുകയാണ്. അതേ ദൈവത്തിൻ്റെ മക്കൾ, അവർ വേർപാടിൻ്റെ ജനമാണ്. ഇത് മിക്സറിൻ്റെ പുസ്തകമല്ല, മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നതായ ഒരു പുസ്തകമല്ല. ഇതൊരു വേർപാടിൻ്റെ പുസ്തകമത്രേ. ദൈവമായ കർത്താവിൻ്റെ വചനം വളരെ കൃത്യമായി പറയുന്നു, മറ്റുള്ള ജാതികളെപ്പോലെ അല്ലെങ്കിൽ പാരമ്പര്യക്കാരെ പോലെ എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും ജീവിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ആകാശത്തെയും വിധാനത്തെയും തമ്മിൽ വേർപിരിച്ചവനായ ദൈവം, കരയും വെള്ളത്തെയും തമ്മിൽ വേർപിരിച്ച ദൈവം അവിശ്വാസികളോടും വിശ്വാസികളോടും ഒരു വേർപാട് വച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവമില്ലാത്തവർ നിങ്ങളെ ദൂഷിക്കും. ഭാരപ്പെടല്, പകരം ദൈവത്തിൻ്റെ കൃപയാൽ അതേ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. യേശു കർത്താവ് ദൂഷിക്കപ്പെടുകയുണ്ടായി. തിരുവചനം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ തല്ലിയിട്ട് അവർ ദൂഷിച്ചു, യേശുവിനെ തുപ്പിയിട്ട് ദൂഷിച്ചു. അവൻ ക്രൂശുമായി കടന്നു പോകുമ്പോൾ പരീശന്മാർ, ന്യായശാസ്ത്രന്മാർ യേശുവിനെ ദൂഷിച്ചു. കർത്താവ് യേശുവിനോട് കൂടെ ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ അവനെ ദൂഷിച്ചു. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ വഴിയെ പോയവർ അവരെ ദുഷിച്ചു. മാത്രമല്ല, വേദപുസ്തകം പറയുന്നു, മന്ദിരം പണിയുമെന്ന് പറഞ്ഞവനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്കായി എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അതേ പടയാളികളും കർത്താവ് യേശുവിനെ ദുഷിച്ചു. എത്രയോ പേർ യേശുവിനെ ദുഷിച്ചു എങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് നിന്ന് പുറത്ത് നിന്ന് മറ്റുള്ളവർ നിങ്ങളെ ദുഷിക്കുന്നുവെങ്കിൽ അയ്യോ എനിക്ക് മാത്രം ഇതെന്ന് ഒരിക്കലും പറയല്ലേ. പക്ഷേ
അതിൻ്റെ നടുവിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. കാക്കക്കൂട്ടിലാണ് കുയിൽക്കുട്ടി അത് പിറക്കുന്നത്. കാരണം കുയിൽ മുട്ടയിടുന്നത് കാക്കയുടെ കൂടിലത്രേ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കുയിൽക്കുട്ടിയെ കാണുമ്പോൾ അത് കുയിലാണ്, ഞങ്ങളെപ്പോലെയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കാക്കകളെല്ലാം കുയിൽക്കുട്ടിയെ കൊത്തി വേദനിപ്പിക്കാറുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. അവരെ പാട്ടും അവരുടെ ജീവിതവും അവരുടെ മദ്യപാനവും അവരുടെ ക്ലബ്ബും നിങ്ങൾ കൂടിയിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായതുകൊണ്ട് നിങ്ങളെ ദൂഷിക്കുന്നു. എന്നാൽ മനസ്സിലാക്കണമേ, അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു ദിവസം ഒരു ഭവനത്തിൽ ഞാൻ കടന്നു പോകുകയുണ്ടായി. ആ ഭവനത്തിൽ അന്ന് കടന്നു പോകുമ്പോൾ ബ്രദർ മോൻസി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഷ, അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞുങ്ങൾ, നല്ലൊരു കുടുംബം, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ വിഭാഗത്തിൻ്റെ വളരെ ലീഡർഷിപ്പിൽ ദൈവകൃപകൾ ശോഭിച്ചതായ പാസ്റ്റർ പി ഒ ചെറിയാച്ചൻ്റെ മകളും കുടുംബമായിരുന്നു അത്. നിത്യതയിൽ ആ കർത്താവിൻ്റെ ദാസൻ വിശ്രമിക്കുന്നു. ആ സഹോദരി എങ്ങനെയാണ് പറഞ്ഞത്? കുണ്ടറയിൽ അവർ ശുശ്രൂഷയിൽ ആയിരിക്കുന്നതായ സമയത്ത് സ്കൂളിലും ക്ലാസ്സിലും എല്ലാം നിന്ദിക്കപ്പെടുമായിരുന്നു. ആൾക്കാർ പരിഹസിക്കുമായിരുന്നു. ദേണ്ടേ ഹല്ലേലൂയ പോകുന്നു, ദേണ്ടേ സ്തോത്രം പോകുന്നു. സാറന്മാർ ചോദ്യം ചോദിച്ചാൽ തന്നെ സ്തോത്രം ഉത്തരം പറഞ്ഞാട്ടെ എന്ന് പരിഹാസ ചുവയിൽ ആ സഹോദരിയോട് ചോദ്യം ചോദിക്കുമായിരുന്നു. ദൂഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്നതായ നാളുകൾ. എന്താ സംഭവിച്ചത്? അന്ന് സ്തോത്രം പറഞ്ഞവരും സൂത്രമെന്ന് പറഞ്ഞ് കളിയാക്കിയവരും ലോക്കൽ ഏരിയയിൽ കിടന്ന് കറങ്ങുമ്പോൾ രാജ്യങ്ങളുടെ ഔന്നത്യത്തെ എത്തുവാൻ ഗുണം ആ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി. ഇത് ഇന്ന് പകൽക്കാലം വിവിധ മേഖലകളിൽ ജീവിക്കുന്നതായ ആയിരക്കണക്കിന് ദൈവമക്കളുടെ സാക്ഷ്യമത്രേ. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, കല്യാണ ശാലകളിൽ നിന്ന് ഇറക്കി വിട്ടവർ, പാലുകാച്ചിന് വിളിക്കാത്തവർ, പാരമ്പര്യക്കാർ വളഞ്ഞിട്ട് കാക്കകൾ കൊത്തി വേദനിപ്പിക്കുന്ന കുയിൽക്കുട്ടിയെ പോലെ കരയിപ്പിച്ചവർ, അവരെല്ലാവരും ദൈവസേനയിൽ ദൂഷിക്കപ്പെട്ടു. പക്ഷേ കിഴക്ക് സൂര്യൻ ഉദിച്ചതുപോലെ ദൈവിക മാന്യത അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ ദൈവകൃപയിൽ പിടിച്ചു നിൽക്കുക. നിങ്ങൾ ഭാഗ്യവാൻ ആകുന്നു. രക്ഷിക്കപ്പെടുന്നതോടെ കർത്താവ് യേശു ക്രിസ്തുവിന് അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതോടെ ദൈവത്തിന് വേണ്ടി നൽകുന്നതിലൂടെ വീണ്ടും തീർന്നില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്ന് അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾ തകർക്കപ്പെടുന്നില്ല, പകരം നിങ്ങൾ മാനിക്കപ്പെടുന്നു. നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾ ഭാഗ്യവതിയാണ്. Torch of Truth